കമ്മിറ്റിക്കാരാകുമ്പോൾ ഓല് ഉമറാക്കളാണ്. ഒരു ദീന് നടത്തുന്നതിൽ എല്ലാവിധ സഹായം ചെയ്യണം. അതിന് ഒഴിവ് കഴിവുകളൊക്കെ അവർ കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പള്ളിയിലെ മുഅദ്ദിൻ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ മുഅദ്ദിനാണ്. ഈ മുഅദ്ദിന് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഇൻസാനാണ്. അയാൾക്കും ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. പെരുന്നാൾ പിറ്റേന്ന് ആളെ കണ്ടില്ലെങ്കിൽ മുഅദ്ദിനെവിടെ, എന്നാ ഇയാൾക്കാണ് വാങ്ങിക്കൊടുത്തൂടെ, ഇയാൾക്കാണ്ട് ഇക്കാമത്തെടുത്തൂടെ. നിസ്കരിക്കാനും ബാങ്കൊടുക്കാനും ഖുതുബാദാനൊക്കെ പറ്റിയ ആൾക്കാരെ കമ്മിറ്റിയിൽ സെലക്ട് ചെയ്തെടുക്കണം. അതെന്തിനാ? മുഅദ്ദിന്റെ ഒഴിവിലേക്ക് ഓല അങ്ങനെ ചേർത്തി കൊടുക്കണം. നിസ്കരിക്കാൻ, ബാങ്കൊടുക്കാൻ, ഖുതുബാദാൻ, ഇമാമത്ത് നിൽക്കാൻ പറ്റിയ ആൾക്കാരെ മെമ്പർമാരാക്കി കൂടുതൽ ചേർക്കുക. ഒരു മാസത്തിൽ മുഅദ്ദിന് 2 ലീവ് വന്നാൽ വൈസ് പ്രസിഡന്റ് ആ 2 ദിവസം നികത്തണം. ശമ്പളം തരൂല, കമ്മിറ്റി എന്നുള്ളവർക്ക് അല്ലാഹ് ആഖിറത്തിൽ കൂലി തരും. ഒരു 2 ദിവസം ഏറായിപ്പോയാൽ അപ്പോൾ കണ്ണുറ്റാൻ തുടങ്ങി, ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മുഅദ്ദിൻ തിരിച്ചു വന്നിട്ട്, ഹാജിയരെ നിങ്ങൾക്കും പെണ്ണുങ്ങളില്ലേ, എനിക്കുണ്ട് പെണ്ണുങ്ങൾ, നിങ്ങളെന്നും പെണ്ണുങ്ങളത്തല്ലേ കിടക്കണ്, ഞാൻ ആഴ്ചയിൽ 1 ദിവസം ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു പെരുന്നാളി വിട്ട് 2 ദിവസം കിടന്നതിനപ്പം നിങ്ങൾ ഈ കണ്ണ് ചോപ്പിക്കണ്, നിങ്ങൾ ചോദിച്ചാൽ വല്ല അർത്ഥമുണ്ടോ? ഏത് മഹല്ലത്തിൽ നിന്ന് ഏത് മുഅല്ലിമീങ്ങളെ പിരിച്ചുവിടാണെങ്കിലും ₹1 ഓൽക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തിട്ടേ വിടാവൂ. നാളെ ആഖിറത്തിൽ അള്ളാന്റെ അടുത്ത് കൈകടിക്കാൻ പാടില്ല. അത് നിങ്ങളുണ്ടാക്കിയ പൈസ ഒന്നുമല്ല. നിങ്ങൾക്ക് അള്ളാഹുത്താല നിങ്ങളാണ് പ്രസിഡന്റ് ആയപ്പോൾ നിങ്ങളെ കീശേക്കൊണ്ട് ഇട്ടെന്നൊന്നല്ല ഒന്നായിട്ട്. അതാ നാട്ടുകാർ തന്ന വരിസംഖ്യയും ആ മഹല്ലത്തിൽ പഴയ കാലത്ത് ഉപ്പാപ്പാരുണ്ടാക്കിയ വരുമാനമാണ്. ഞാനിത് പറയാൻ കാരണം ബോധപൂർവം പറയാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മുഅല്ലിമിനെ പിരിച്ചുവിടുമ്പോൾ ആ മുഅല്ലിമിന് 1 വർഷം ഫുള്ള് ആ മുഅല്ലിമ് ജോലി ചെയ്താൽ വെക്കേഷൻ ശമ്പളം കൊടുക്കണമെന്നല്ലേ? സമസ്തന്റെ നിയമമല്ലേ വെച്ച്, ഇസ്ലാമിന്റെ നിയമം അങ്ങനല്ലേ? കൊടുക്കൂല പല ആൾക്കാരും. അതാ ഞാൻ പറഞ്ഞു, നരകത്ത് പോണ്ട്. ആരാന്റെ ഹക്കിൽ കയ്യിൽ വെച്ച് നരകത്ത് പോകാൻ പാടില്ല. നിങ്ങളവിടെ വലിയ പ്രസിഡന്റ്, നിങ്ങൾ വലിയ സെക്രട്ടറി, നിങ്ങൾ വലിയ പോത്താമ്പി, നിങ്ങൾ ഒലക്കേം കറക്റ്റ് കൊടുക്കണം. ഇപ്പൊ അടുത്തൊരു മുഅല്ലിമിന്റെ സ്ഥലത്ത് നിന്ന് അയാൾ പരീക്ഷ കഴിഞ്ഞ ആള് പോവാൻ തന്നെ പൊയ്ക്കോളി പറഞ്ഞു. എല്ലാം കിട്ടാണ്ട് വെച്ചാൽ കിട്ടാണ്ട് പറഞ്ഞു. കണക്കൂട്ടി കൊടുക്കുമ്പോൾ സെക്രട്ടറി വരാണ്, കിട്ടും ഉണ്ടാവുമ്പോൾ വാങ്ങിക്കോളിന്ന്. ഉണ്ടാവുമ്പോൾ പഠിപ്പിച്ചാൽ മതിയോ? ഫാത്തിഹയും കുല്ലുല്ലാഹും സത്തയ്യാത്തൊക്കെ നമ്മൾ ശരിക്ക് കാണണം. ഞാനിത് വർഷത്തിന്റെ അവസാനം മുഅല്ലിമീങ്ങളെ പിരിച്ചുവിടുമ്പോൾ ഓലെ കണ്ണീര് നമ്മളെ കുടുംബത്തിന്റെ താവഴിയിൽ മുമ്പ് ഒരു സങ്കടമായി മാറാൻ പാടില്ല. അധ്യയന വർഷം ഓല് പൂർത്തിയാക്കിയോ ഈ ഒരു മാസത്തെ വെക്കേഷൻ ശമ്പളം ഓർക്ക് കൊടുത്തോളണം. വുജൂബാണത്, ഒരു തർക്കമല്ല വിഷയത്തിൽ. അത് നിങ്ങൾ കമ്മിറ്റി പാസ്സാക്കിയാലും ശരി, പാസ്സാക്കിയാലും നിങ്ങൾ ഹൈക്കമാൻഡ് കൂടിയാലും ശരി, കൂടിയില്ലേലും ശരി, നിയമം അങ്ങനെ. അത് വളരെ കാർക്കശ്യ ചിന്തിക്കണം. ചില സ്ഥലത്ത് ഇപ്പോൾ സ്കൂളിന് ഒഴിവുള്ള സമയമാണ്, മദ്രസിൽ ഹിസ്ബ് എടുക്കാൻ നോക്കുമ്പോൾ കമ്മിറ്റിക്കാരെ വേണ്ട. എന്താ ₹1000 ഏറെ കൊടുക്കണേ? ഇത്ര ബഹീലന്മാർ ദുന്യാവിലാരാ? ₹1000 മുഅല്ലിമിന് ഏറെ കൊടുക്കേണ്ടിട്ട് ഓല് പാസ്സാക്കി എന്ത്? ഹിസ്ബ് വേണ്ട. മുമ്പൊക്കെ റമളാനിൽ ഹിസ്ബ്, നിങ്ങൾക്കൊക്കെ ഓർമ്മല്ല റമളാനിൽ ഹിസ്ബിന് പോയത്? നമ്മളൊക്കെ ഓതി പഠിച്ചിന മദ്രസ സമയത്ത് ഉസ്താദ് 11 മണി വരെ ഹിസ്ബ് ഓതും. 11 മണി വരെ, 7 മണിക്കൺ തുടങ്ങിയ 11 മണി വരെ ഓതാണ്. അന്നാണ് ഉസ്താദിന്റെ ഓത്ത് കൂടുതൽ കേൾക്കാൻ കുട്ടികൾക്ക് സൗകര്യം. അന്ന് ഉസ്താദ് 1/4 ജുസ് ഓതിത്തരും. എന്നിട്ട് ക്ലാസ്സിലുള്ള 20-25 കുട്ടികൾ ഓരോരുത്തരും 1/4 ജുസ് ഓതും. അതാണ് മുദാറസത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞ സംഗതി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്ത് കൊല്ലം ജിബ്രീൽ അലൈഹിസ്സലാം റമളാനിൽ വന്ന് ആ റമളാന് വരെ ഇറങ്ങിയ അധ്യായങ്ങൾ, സൂക്തങ്ങൾ മുഴുവനായി ഓതിക്കൊടുത്ത് തങ്ങൾ ഇങ്ങോട്ടും ഓതിക്കൊടുക്കും. അതാണ് മുദാറസത്ത്. അത് നാട്ടിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ സങ്കടത്തോടെ പറയാണ്. എന്നാ ഒരു 15 ദിവസം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കിട്ടുന്ന അപ്പോഴെങ്കിലും ഒന്ന് പഠിപ്പിച്ച അതിന് ബല് പാസ്സാക്കി എന്ത് ₹1000 ഏറെ കൊടുക്കേണ്ടി വരും. അവന്റെ റബ്ബെ, വേണമെങ്കിൽ നമ്മൾ പിരിച്ചുതരാം, ഞങ്ങളെന്നാ നടത്തി സംഗതി. ഒരു ഖുർആനോത്ത് പഠിപ്പിക്കാൻ എന്തിനാണ് ഇത്ര ബുഖല്? എന്തിനാ ഇത്ര പിശുക്ക്? അതിന്റെ ആവശ്യമില്ല. അത് സത്യത്തിൽ മുഅല്ലിമീങ്ങളുടെ ഇഖ്ലാസോടുകൂടി ഓരോ ചില സ്ഥലത്തൊക്കെ നടത്തുകയാണ്, മറ്റൊരൊന്നും തന്നിട്ടുമല്ല. ഓൽക്ക് ആഖിറത്തിൽ ഇരട്ട കൂലി ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതിലൊന്നും നമ്മൾ ഒഴിവ് കഴിവ് ചെയ്യരുത്.